സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകൾക്കാണ് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് നൽകിയത്. ആശ്വാസകരം. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാവുകയാണ്. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇന്ന് 5 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മഴ കുറവാണ് ഇത്തവണ. അതിനാൽ തന്നെ ആശങ്കകൾ ഇരട്ടിയാക്കുകയാണ്. എന്നാൽ കാലവർഷം വീണ്ടും സജീവമാകുമെന്ന വാർത്ത അത്രത്തോളം ആശ്വാസമാണ് നൽകുന്നത്. തിങ്കളാഴ്ച മുതൽ മഴ കനക്കുമെന്നും പറയുന്നുണ്ട്. നാളെയും 5 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച 12 ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ചൊവ്വയും ബുധനും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരുന്ന മഴ നാളെ മുതൽ കാര്യമായി പെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. അതിനിടയിൽ കാലവർഷക്കാലത്ത് കൊടും ചൂടിൽ കുടപിടിക്കേണ്ട അവസ്ഥയിൽ വരെ എത്തിയിരുന്നു കാര്യങ്ങൾ. ഇങ്ങനെ പോയാൽ ആശങ്കകരമായ അന്തരീക്ഷ മാറ്റം പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. എൽനിനോ പ്രതിഭാസമാണ് ഇതിന് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ മഴക്കാലത്തും സൂര്യന് വല്ലാത്ത പവറായിരുന്നു. എൽനിനോ ചതിച്ചു എന്ന് തന്നെയാണ് പൊതുവെ പറഞ്ഞത്. കാലവർഷം തുടങ്ങിയ ജൂൺ മാസത്തിൽ 33% മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. കാരണം പസഫിക് സമുദ്രത്തിലെ എൽനിനോ കാരണം കാലവർഷക്കാലത്ത് തുടർച്ചയായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദമോ ചക്രവാത ചുഴിയോ ന്യൂനമർദ്ദപാത്തയോ ഇത്തവണ ഉണ്ടായിരുന്നില്ല. കാലവർഷക്കാറ്റ് ഏറ്റവും ദുർബലമായി മഴ തീരെ കുറഞ്ഞ ദിവസങ്ങളായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശക്തമായ മഴ ചില സ്ഥലങ്ങളിൽ മാത്രമുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കുന്ന സീസണിൽ ഇനി മെച്ചപ്പെട്ട മഴ കിട്ടാൻ സാധ്യത കുറവാണെന്നും പറയുന്നുണ്ട്. പൊതുവെ മഴ കുറയുമെങ്കിലും എൽനിനോ സീസൺ നിലനിൽക്കുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കൂടെ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഇന്ന് ഇന്ത്യയുടെ $300 മില്യൺ വരുന്ന കാർഷിക സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ രാജ്യത്തിന്റെ അടുത്ത സാമ്പത്തിക ആശങ്കയെ മാറുന്ന സാഹചര്യവും നിലവിലുണ്ട്. കാരണം വാർഷിക മഴയുടെ 70% നൽകുന്ന മൺസൂൺ മാസത്തിലുണ്ടാകുന്ന കുറവ് ഭക്ഷ്യവില വർദ്ധിപ്പിക്കാനും ഗ്രാമീണ മേഖലയിലെ ആവശ്യകത കുറയ്ക്കുന്നതിനും കാരണമാകും. കൂടാതെ ഈ പ്രതിഭാസം വരാനിരിക്കുന്ന ഉത്സവ സീസണിലെ വിപണിയിലെ ഉണർവിനെ ഗൗരവമായി ബാധിക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.